വീട്ടിലൊന്നും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് ഈ ഉപദേശം. വീട്ടിൽ ഉപദേശം മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ല. ഞാൻ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾക്ക് അമ്മയും അച്ഛനും ചെയ്യുന്ന ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കും പിള്ളേർ പറയാ? ഉപദേശം ഇഷ്ടപ്പെടില്ല. ഉപദേശം നിർത്തണം, നിർദ്ദേശം കൊടുക്കാം. ഈ ഉപദേശം എന്തിനു തുല്യാണെന്ന് അറിയോ? പറയട്ടെ, ഉപദേശം എന്തിനു തുല്യാണെന്ന് പറയട്ടെ. എന്നോട് പിണങ്ങൂല്ലല്ലോ? അതെ, വേണ്ട, അത് പറഞ്ഞോട്ടെ. ഇനി അതിന് ശേഷം എന്നെ നോക്കുമ്പോൾ പറയട്ടെ. എന്നാ പറയണേ. അതായത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ്, പരിപ്പ്, ചക്കക്കുരു ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ വീട്ടിൽ പതിവില്ലാത്ത പല ശബ്ദങ്ങളും കേൾക്കും. ചിലയിടത്ത് വെടിക്കെട്ട്, ചിലയിടത്ത് പാറ പൊട്ടിക്കുന്ന, ചിലയിടത്ത് കളകളാരവും ഒരുങ്ങുന്ന, ചിലയിടത്ത് ടയറിന്റെ കാറ്റ് പോയതുപോലെ. മനസ്സിലായല്ലോ? ഇതിന് തുല്യമാണ് ഉപദേശം എന്ന് വെച്ചാൽ, ഇത് വിടുന്ന ആൾക്ക് മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ, കിട്ടുന്ന ആൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. ആരെങ്കിലും ഒരാള് ഒരു സദസ്സിൽ ഇതായിട്ട് വിട്ടപ്പോൾ മറ്റുള്ളവർ ഞാൻ കാത്തിരിക്കായിരുന്നു, ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ടോ എടുക്കാൻ? ഇനി പുറത്തിറങ്ങിയിട്ട് എന്നെ നോക്കിയിട്ട് എന്തോളാ ഈ പറയുന്നത്, ഇതാണോ മോട്ടിവേഷൻ എന്ന് പറയരുത്. സംഭവം നിങ്ങളുടെ മനസ്സിൽ കയറിയോ? ഇനി നമ്മുടെ വീട്ടിലൊക്കെ അതേ വേണ്ട, അത് വിട്ടേക്കാം. ഇതുപോലെ നിർദ്ദേശങ്ങൾ കൊടുക്കാം. അല്ലെങ്കിലും ഒരു 30 സെക്കൻഡിൽ കൂടുതൽ ഒരാളെയും ഈ ഉപദേശിക്കാനോ നിർദ്ദേശിക്കാനോ പോരുത്. ഞാൻ കൊടുക്കാറില്ല, ഞാൻ ചെയ്യാറില്ല. ആളുകൾ ആവശ്യപ്പെട്ട് വരുമ്പോൾ ഞാൻ നിർദ്ദേശങ്ങൾ കൊടുക്കും. ഉപദേശത്തിലെ പ്രശ്നം ഞാൻ ശരിയും താൻ തെറ്റുമാണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നാണ് പറയാം. നീ അങ്ങനെയല്ല, ഇങ്ങനെയുള്ള ശരിയും തെറ്റുമാണ് ഉപദേശത്തിൽ, അല്ലേ? ഉപദേശം അല്ല ആൾക്കാർക്ക് വേണ്ടി. ഞാനിപ്പോൾ ക്ലാസ് എടുത്തത് ഉപദേശമാണ്, പക്ഷെ തന്ത്രപരമായി ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. ഓക്കെ, അതെ. കോട്ടിട്ട് വന്ന് ഈ വക വാർത്തയുടെ പറയുന്നത്